ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മഞ്ഞൾ വെച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണ്. കാലങ്ങളായിട്ട് മാറാത്ത മുഖക്കുരുവും പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. മഞ്ഞളിൻ്റെ ക്രീമാണെങ്കിലും മഞ്ഞളിൻ്റെ കളർ നമ്മുടെ സ്കിന്നിൽ പിടിക്കില്ല. ആ രീതിയിലാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മഞ്ഞൾ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ ആ ഒരു മഞ്ഞ കളറ് പിടിക്കില്ല. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് സാധാരണ മഞ്ഞൾപ്പൊടിയുടെ അത്രയ്ക്ക് മഞ്ഞ കളറൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ്. അതുകൂടാതെ ഒട്ടും കളറ് പിടിക്കുന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ കസ്തൂരി മഞ്ഞൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും മുഖക്കുരുവിൻ്റെ പാടുകളും മാറിക്കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും ഡാർക്ക് സർക്കിൾസ് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വേണമെങ്കിൽ അരിച്ചെടുക്കാം. തരിതരിപ്പുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിലേക്ക് ഈ ഒരു മഞ്ഞളുടെ വെള്ളം ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ക്രീം ആക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ദിയൂസിൻ്റെ തന്നെ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള അലോവേര ജെല്ലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂൺ അളവിൽ ഗ്ലിസറിനാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നതാണ്. ചുളിവുകളും വരകളും ഒക്കെ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ ഈ ഒരു ക്രീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണിത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും സ്റ്റെപ്പേ ഉള്ളൂ. ഇനി നിങ്ങളുടേത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക. ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം നിർബന്ധമില്ല. കുറച്ച് നാൾ ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ചാലും കേടാവാതെ ഇരിക്കുന്നതാണ്. ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മസാജ് ചെയ്ത് കൊടുത്ത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബായി കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രം കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല. നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കഴുകി കളയുന്നതാണ് നല്ലത്. ഇനി നൈറ്റ് ഫുള്ളായിട്ട് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മഞ്ഞളിൻ്റെ ക്രീം യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിൽ ഒട്ടും മഞ്ഞ കളർ പിടിക്കാത്ത ഒരു മഞ്ഞൾ ക്രീമാണിത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിയിട്ട് സ്കിന്ന് നല്ല ഹെൽത്തി ആക്കിയിട്ടും ചെറുപ്പമായിട്ടും വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അടിപൊളി ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്